ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നു. എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്, പക്ഷെ അത് പിറ്റേ ദിവസത്തേക്ക് നീളുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. കോളേജിൽ പോകുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വിചാരിച്ചു, പിന്നെ അതിൻ്റെ കൂടെ ട്യൂഷന് പോകുന്നതുകൂടി കാണിക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചത് വീട്ടിൽ പോകുന്നതുകൂടെ കാണിക്കാമെന്ന്. ഞാൻ പറഞ്ഞാൽ അന്ന് എനിക്ക് 3 മണിക്കൂർ ട്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കൊച്ചിന് വയ്യാത്തതുകൊണ്ട് ആകെ 1.5 മണിക്കൂറേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ നേരെ ബസ്സും പിടിച്ച് ഞാൻ ഹോസ്റ്റലിലേക്കാണ് കേട്ടോ വന്നത്. ഹോസ്റ്റലിൽ വന്നിട്ട് എന്താ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ആകെ അൺഡ്രസ് ചെയ്യണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് തിരുമ്പാനും ഉണ്ടായിരുന്നു, പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു, കഴിച്ച പാത്രം കഴുകാനുണ്ടായിരുന്നു, പിന്നെ ആ മേശയും കടക്കൊക്കെ റെഡിയാക്കാണ്ടായിരുന്നു. പിന്നെ വേഗം പാക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ള ഒറ്റ ചിന്ത എനിക്കുണ്ടായിരുന്നുള്ളൂ. നമ്മൾ നെയ്മറായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ നന്ദനയും ഞാനും പാടേണ്ട ഇത്തവണ മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ്സിനാണ് പോകുന്നത്. ഞാൻ അതിന് പോക്ക് കുറവാണ്, ഇത്തവണ വേറെ നിവൃത്തി ഉണ്ടായില്ല, അതുകൊണ്ടാണ് അതിൽ കുത്തിത്തിരക്കി പോയത്. എന്തായാലും ആ നിൽക്കണത് ഞാൻ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മെസ്സിയാണ് കേട്ടോ. ഞാനത് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പം ഷൊർണൂർ എത്തി. പിന്നെ ബസ് വരുന്നവരെ ഷൊർണൂർ ഇരുന്നു. എന്നിട്ടും ബസ് വന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ പ്രളയം പോലെയായിരുന്നു, പാടം കുളമൊക്കെ പാടം ഒന്നായിരുന്നു, ഇഷ്ടംപോലെ വെള്ളം. ഞാൻ നീന്തി തുടിച്ച് വീടെത്തി അങ്ങോട്ട് കടന്നുറങ്ങി. ഇപ്പം